വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും കോമൺ ആയിട്ട് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന 17 പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ 17 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണമെങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി നിങ്ങൾക്ക് 3/4 ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പ്രിമെൻസ്ട്രൽ സിംറ്റം ഉള്ളവർക്ക് ഇത് ഈ ലക്ഷണം വെച്ചിട്ട് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ അങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും ഭയങ്കര വേഴ്സ് ആയിട്ടൊന്നും ഇല്ലാത്തവർക്ക് ഈ ലക്ഷണമൊക്കെ മാത്രം മതി നിങ്ങൾക്ക് പ്രഗ്നൻസി ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് പറയട്ടെ, ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും അതുപോലെ നമ്മുടെ ഓരോ തലമുറയൊക്കെ മാറുമ്പോഴുള്ള വ്യത്യാസം കൊണ്ടും പലർക്കും പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും തന്നെ ഇപ്പോൾ കാണാറില്ല. ചില ആളുകൾക്ക് ഭയങ്കര വേഴ്സായിട്ട് പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാകുമ്പോഴേക്കും ചില ആളുകൾക്ക് ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും ആ ബ്ലഡിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നോർമലി പോകുന്നതിനേക്കാളും വളരെ കുറവാണ് ബ്ലഡ് പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഒരുപാട് പേര് ത്രട്ടേൺഡ് മിസ്കാരേജ് ഉണ്ടായിട്ടും പ്രഗ്നൻസി പോസിറ്റീവായി മുൻപോട്ടേക്ക് പോകുന്നവരുണ്ട്. ബെഡ് റെസ്റ്റ് എടുത്താലോ ഇഞ്ചക്ഷൻ എടുത്താലോ ലൈറ്റായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കാം. പീരിയഡ് ഡേറ്റ് മിസ്സായി 5 ദിവസം കഴിഞ്ഞിട്ട് പ്രഗ്നൻസി രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നീട് ഉച്ചക്കത്തേക്ക് യൂറിൻ എടുക്കുകയാണെങ്കിൽ 4 മണിക്കൂറോളം വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് യൂറിൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. പനി നമുക്ക് വരില്ലേ, പനി വരുമ്പോഴുള്ള അസ്വസ്ഥതയും അതുപോലെ ബോഡി ടെമ്പറേച്ചറുള്ള വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ അയ്യോ ചൂട് അങ്ങനെയുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഉൾപ്പനി ഉണ്ടാകുമ്പോഴേക്കും അത് നമുക്ക് പുറത്ത് ചൂട് ഉണ്ടാവില്ല, പക്ഷെ അകത്ത് നമുക്ക് പനി വരുന്നത് പോലെയുള്ളൊരു ചൂട് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കുളിര് ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടില്ലേ, ഇതുപോലുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. എന്നാൽ നേരെ മറിച്ച് ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് ഇത് ചാർട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പനിയുണ്ട് അല്ലെങ്കിൽ പനി ആകുന്നത് പോലെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ കിടന്നിട്ട് വേറെ ഏത് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുൻപും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കുന്നതിന് മുൻപും ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ടെമ്പറേച്ചറാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ. ഇത് വെച്ചിട്ട് നിങ്ങൾ ചാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇംപ്ലാന്റേഷൻ ആയെങ്കിൽ അത് അറിയാനായിട്ട് സാധിക്കും. കാരണം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടിക്കൂടി വരും. ദെൻ ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് ആവുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ്റെ ഒരു ഡിപ്പ് ഉണ്ടാകും, ടെമ്പറേച്ചറിൻ്റെ ഒരു ഡൗൺ ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. 1 ഡിഗ്രി സെൽഷ്യസ് ഒന്നും ഉണ്ടാവില്ല, താഴോട്ട് പോവില്ല, ചെറുതായിട്ട് 0.4 0.6 അങ്ങനെയൊക്കെ ആയിരിക്കും ടെമ്പറേച്ചർ കുറയുന്നത് കേട്ടോ. ഇത് പ്രഗ്നൻസി ആയതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇംപ്ലാന്റേഷൻ ഡിപ്പ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഉള്ളിലൊരു കുളിരുള്ള പോലെ അല്ലെങ്കിൽ പനി വരാൻ പോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും, അസ്വസ്ഥത ഉണ്ടാകും. ചില ആളുകൾക്ക് ഭയങ്കര ചൂടുമായിട്ടും വ്യത്യാസം ടെമ്പറേച്ചറിൽ ഉണ്ടാവും കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബ്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവുകയാണ്. ബ്രസ്റ്റിൽ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. ബ്രസ്റ്റിൻ്റെ സൈസിൽ വ്യത്യാസം വരും, നിപ്പിളിൽ ക്രാക്ക് വരും, അതുപോലെ ബ്രസ്റ്റ് നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയാസിൽ കളർ മാറി ബ്രൗണിൽ നിന്ന് ബ്ലാക്ക് ആകും, അതിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരും. ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് ബ്രസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. ചിലർക്ക് ബ്രസ്റ്റിൽ നിന്ന് ചെറുതായിട്ടൊരു ഡിസ്ചാർജ് ഉണ്ടാകും. പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നത് കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണമാണ് ഫെയിൻറ്റിങ്. നമുക്ക് തല കറങ്ങി വീഴാൻ പോകുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ട്. ചിലർ തല കറങ്ങി വീഴും, അങ്ങനെയുള്ള അസ്വസ്ഥത. നമുക്ക് പ്രഷറിൽ വ്യത്യാസം വരും പ്രഗ്നൻ്റ് ആകുമ്പോൾ. അതുപോലെ ഹോർമോൺസിൻ്റെ ഇൻക്രീസ് കൊണ്ടും പ്രൊജസ്ട്രോണിൻ്റെ ഇൻക്രീസ് കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. തല ഒന്ന് കറങ്ങുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിലത്ത് എവിടെയെങ്കിലും ഇരിക്കുക കേട്ടോ. കസേരയിൽ ഇരിക്കരുത്, നിലത്ത് അല്ലെങ്കിൽ കട്ടിലിൽ ഉള്ളിലോട്ട് കയറിയിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തല കറങ്ങുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പണി കണ്ടിന്യൂ ചെയ്യരുത് കേട്ടോ. ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ റെസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കുക. അടുത്തതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. ഇംപ്ലാന്റേഷൻ ക്രാംസും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് എൻഡോമെട്രിയൽ ടിഷ്യൂസ് ചെറുതായിട്ടൊന്ന് റിമൂവ് ആയിട്ട് ആ എംബ്രിയോ അവിടെ ഇംപ്ലാന്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ വേദനയും അതുപോലെ ബ്ലീഡിങ്ങും ഉണ്ടാവുന്നത്. ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഇംപ്ലാന്റേഷൻ ക്രാംസും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഉണ്ടാവുകയുള്ളൂ. ഇതുണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. അതിനുശേഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെല്ലാം പ്രഗ്നൻസി ആയതിൻ്റെ ക്രാംസും ചെറുതായിട്ടുള്ള പ്രഗ്നൻസിയുടെ ബ്ലീഡിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്.
അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് ഭയങ്കര ക്ഷീണം, അതായത് ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല, മനസ്സ് മടുത്ത് നമ്മൾ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു അവസ്ഥ. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കും, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, എവിടെയെങ്കിലും മൂടി പുറച്ചൊന്ന് കിടന്നാൽ മതി, അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുന്നത്. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് ഈ ഒരു ലക്ഷണം ഉണ്ടാവുന്നത് നോർമലാണ്. പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്നവർക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രഗ്നൻസി ആകുമ്പോഴേക്കും പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം ഉണ്ടാവും കേട്ടോ. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വോമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വോമിറ്റിങ്ങിന്റെ ടെൻഡൻസി ഉണ്ടാവുക. നമ്മുടെ HCG ഹോർമോൺ ആണ് ഇതിന് കാരണം. HCG ഒറ്റയടിക്ക് കൂടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വോമിറ്റ് ചെയ്യുക. ചിലർ വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് ഛർദ്ദിച്ചാൽ മതി എന്നുള്ളൊരു വിചാരമായിരിക്കും. ചിലർ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ വോമിറ്റ് ചെയ്യും, കാരണം നമ്മുടെ വയറിൽ ഗ്യാസ് വന്ന് തിങ്ങുന്നത് കൊണ്ട് ഒരു ഒബ്ജക്റ്റ് വായിലോട്ട് അങ്ങോട്ട് കടക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് നമ്മൾ വോമിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് ആണ്. അതായത് വയറ് നമുക്ക് ദഹിക്കാതെ ഭക്ഷണം കെട്ടിക്കിടക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. വയറ് ഭയങ്കരമായിട്ട് തിങ്ങിയിരിക്കുക, ഒരു ഭക്ഷണവും കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. വയറ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര കല്ലപ്പ അസ്വസ്ഥതയൊക്കെ ആയിരിക്കും. ആ ഒരു ലക്ഷണവും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. എട്ടാമത്തേതാണ് ഗ്യാസ് ട്രബിൾ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് ഗ്യാസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഗ്യാസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, നമുക്കിങ്ങനെ ഏമ്പക്കം വിട്ടുകൊണ്ടേയിരിക്കും. ചിലർ മേളിൽ കൂടി ആയിരിക്കും, ചിലർ താഴെ കൂടി ആയിരിക്കും. നമ്മൾ ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും അത്. പക്ഷെ നമുക്ക് പ്രഗ്നൻസി സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് ഡൈജഷൻ പ്രോബ്ലം. അങ്ങനെ വരുന്നവർ മീൽസ് സെപ്പറേറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 3 നേരം തന്നെ കഴിക്കണം എന്ന് വാശി പിടിക്കാതെ അതൊരു 6 ടൈം ആക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ദഹിക്കാനായിട്ടുള്ള ഒരു സമയം ഉണ്ടാവും കേട്ടോ. 9ാമത്തെ ലക്ഷണം കോൺസ്റ്റിപ്പേഷനും അതുപോലെ തന്നെ ഡയറിയയുമാണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, കട്ടിയായിട്ട് ബ്ലാക്ക് കളറിൽ സ്റ്റൂൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് ഡയറിയ, അതായത് ലൂസ് മോഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്, പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. ചിലർക്ക് വയറിന് ഭയങ്കര പോകുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, വയറ് നീര് വീണ് കിടക്കുന്നത് പോലെയുള്ള അങ്ങനത്തെ രീതിക്കായിരിക്കും മോഷൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ സംഭവിക്കുന്നത് ആ ഹോർമോൺസിന്റെ ഹൈക്ക് കൊണ്ടാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 10ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഹെഡേക്ക് ആണ്. തുടർച്ചയായിട്ട് പ്രഗ്നൻസി ആകുന്ന പലർക്കും തലവേദന അനുഭവപ്പെടാം. തലയിലോട്ടും അതുപോലെ എല്ലാ ഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും നോർമലായിട്ട് പോയതിനെ അപേക്ഷിച്ച് ബ്ലഡ് സർക്കുലേഷന്റെ ആ ഒരു പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഭാഗത്തുള്ള ആ രക്തക്കുഴലുകളൊക്കെ വികസിക്കാനായിട്ട് തുടങ്ങും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടാം. ചില ആളുകൾക്ക് മൈഗ്രെയിൻ ഉള്ളവർക്ക് ഈ സിറ്റുവേഷൻ പ്രഗ്നൻസി സമയത്ത് കുറച്ച് വേഴ്സ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സമയത്തൊക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഐസ് ക്യൂബ്സ് തലയിൽ വെച്ചിട്ട് പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഒക്കെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഹെഡേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മുടെ ആ ഹോർമോൺസിന്റെ പ്രവർത്തനവും കുഞ്ഞിന്റെ ഡെവലപ്മെന്റും ഒക്കെ നല്ലതുപോലെ നടക്കേണ്ട സമയം. ആ സമയത്ത് നിങ്ങൾ പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെയും ബ്രെയിനിന്റെയും ആ ഒരു ബന്ധം ഡിസ്കണക്ട് ആയി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എംബ്രിയോ ഫോർമേഷൻ കൃത്യമായിട്ട് അവിടെ നടക്കില്ല കേട്ടോ. 11ാമത്തെ ലക്ഷണമാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്. ഒരുപാട് ശരീരഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യും. നിങ്ങളുടെ വജൈന ഡ്രൈ ആകും, നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ആകും, നിങ്ങളുടെ കവിള് ഡ്രൈ ആകും, വയറിന്റെ ഭാഗം ഡ്രൈ ആകും, അതുപോലെ നിങ്ങളുടെ ബ്രസ്റ്റ് ഡ്രൈ ആകും. ഈ ഡ്രൈനെസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. 12ാമത്തെ ലക്ഷണമാണ് ബാക്ക് പെയിൻ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വയറുവേദന ഉണ്ടാകുന്നത് പോലെ തന്നെ ചേഞ്ചസ് ഉണ്ടാകുന്ന ശരീരഭാഗമാണ് നമ്മുടെ ലോവർ ബാക്കിന്റെ പോർഷൻ. ലോവർ ബാക്കിന്റെ പോർഷനും ആ മിഡിലുള്ള പോർഷൻ 2 സൈഡും അതുപോലെ ഏറ്റവും മേളിലുമായിട്ടും പലർക്കും വേദന അനുഭവപ്പെടാറുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് കൊണ്ടും ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺസിന്റെ പ്രവർത്തനം നടക്കുന്നത് കൊണ്ടും, അതായത് സ്ട്രെച്ച് ചെയ്യാനായിട്ടൊരു സപ്പോർട്ട് ശരീരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നീണ്ടു തീർന്ന് കിടക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയുടെ ആ ഒരു വയറ് വലുതാകുന്നതിനനുസരിച്ചിട്ട് ബാക്ക് പെയിൻ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ട് സപ്ലിമെന്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പെയിൻ കില്ലേഴ്സ് അപ്പോഴും യൂസ് ചെയ്യരുത്. 13ാമത്തെ ലക്ഷണമാണ് നമുക്ക് ഇച്ചിങ് അനുഭവപ്പെടുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഓൾ ഓവർ ദ ബോഡി നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകും. നിങ്ങൾക്ക് വയറിന്റെ ഭാഗത്ത് ചിലപ്പോൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കാലിന്റെ തൊടയുടെ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകും, അല്ലെങ്കിൽ നിപ്പിളിന്റെ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകും. ഇതൊക്കെ സ്കിന്ന് വളരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടാണ്. ചിലർക്ക് വജൈനയുടെ ഭാഗത്തായിരിക്കും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് കേട്ടോ. ഓവറായിട്ട് സോപ്പൊന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതെ ഇന്റിമേറ്റ് ഹൈജീൻ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്റിമേറ്റ് ഹൈജീൻ പ്രോഡക്ട്സും നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ.
അടുത്തതാണ് ലെഗ് പെയിൻ. നമുക്ക് കാലിൽ വേദന ഉണ്ടാവുക. കാലിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നത് ഒന്നുകിൽ നിങ്ങളുടെ മുട്ടുകാലിനും കാൽപാദത്തിനും ഇടയിലുള്ള പോർഷനിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകും, അതല്ലെങ്കിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാകാം. പ്ലാന്റാർ ഫേഷ്യേറ്റീസ് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന അതികഠിനമായിട്ട് ഉണ്ടാകുക എന്നുള്ള കാര്യം പ്രഗ്നൻസി സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതും ചിലപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുന്നതും കാലുവേദന അനുഭവപ്പെടാനായിട്ടുള്ള മെയിൻ റീസൺ ആണ്. അങ്ങനെയുള്ള സമയത്ത് രാത്രി കാലിൽ സോക്സ് ധരിച്ചിട്ട് കിടക്കുക. അതുപോലെ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും വീടിനകത്ത് ചെരുപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപ്പൂറ്റി ഭാഗത്തൊക്കെ കൂടുതൽ സപ്പോർട്ട് തരുന്ന ചെരുപ്പ് ഉപയോഗിച്ചിട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് കാലുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഡോക്ടറോട് പറയണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വിവിഡ് ഡ്രീംസ് ഉണ്ടാവുക. വിവിഡ് ഡ്രീംസ് എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ. നമ്മൾ ആരെങ്കിലും ചേസ് ചെയ്യാൻ വരുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോയതായിട്ട് നമ്മൾ സ്വപ്നം കാണുക. അങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുന്ന കുറച്ച് വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നത് പലർക്കും പ്രഗ്നൻസി ഉണ്ടാകുന്നതിന്റെ ഒരു സൂചനയായിരിക്കും കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് പീരിയഡ് ലൈക്ക് പെയിൻ ആണ്. ഒരുപാട് പേരെ പേടിപ്പിക്കുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ ഇത്. കാരണം പീരിയഡ്സ് വരാൻ പോകുന്നത് പോലുള്ളൊരു വേദന. പലരും ടെൻഷൻ ആവാറുണ്ട്, ചേച്ചി ഈ മാസം പോയി ചേച്ചി എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടുകൂടി സംസാരിക്കുന്നവരുണ്ട് കേട്ടോ. ശരിക്കും പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമുക്ക് പീരിയഡ് ആകാൻ പോകുന്നത് പോലുള്ളൊരു വേദന ഉണ്ടാകും. ഞാനിത് പഠിച്ചിട്ട് പറയുകയല്ല, എനിക്കുണ്ടായ കാര്യമാണ്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്കൊന്നും അറിയില്ല, പ്രഗ്നൻസി എന്താണെന്നോ എങ്ങനെയായിരിക്കുമെന്നോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. ആ സമയത്ത് പീരിയഡ് ആകാൻ പോകുന്നത് പോലുള്ള വേദനയായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. എവിടെയോ ബ്ലഡ് കെട്ടി നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് പോരാത്തതാണ്, എനിക്ക് ബ്ലഡ് കുറഞ്ഞിട്ടാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെയുള്ള അവസ്ഥകളായിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ നമുക്ക് മൈൽഡായിട്ട് വേദന ഉണ്ടാവില്ലേ, അതുപോലുള്ള വേദനയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതൊരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ ഉണ്ടാകുന്നത് പോലുള്ള വേദന ആയിരിക്കില്ല ഉണ്ടാകുന്നത് കേട്ടോ. അതും നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രഗ്നൻസി ആയതിൻ്റെ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റത്തെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റമാണ് മിസ്ഡ് പീരീഡ്. ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഇത് വെച്ചിട്ട് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ റെഗുലർ പീരീഡ്സ് ആണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ ഇത് പ്രഗ്നൻസിയുടേതാണല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത്രയുമാണ് 17 പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഏത് തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഡേറ്റ് മിസ്സായിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം കാർഡിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന അളവിൽ HCG ഹോർമോൺ എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കൃത്യമായിട്ട് കിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മാസവും നഷ്ടമായി പോയി എന്ന് വിചാരിച്ചിട്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യുന്നവരും അതുപോലെ ജിഞ്ചർ വാട്ടർ കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം രാവിലെ ഏറ്റവും ആദ്യത്തെ യൂറിൻ എടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.